തുടരുകയാണ്. ആദ്യം ശ്രീ ഷോൺ ജോർജ്, താങ്കൾ വെളിപ്പെടുത്തിയത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. താങ്കൾ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിരുന്നു അതിന്റെ എല്ലാ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്. മറിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കോ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം എന്ന്. പക്ഷെ താങ്കൾ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യത്തിന്റെ അഭാവമുണ്ട്. അത് ഈ അക്കൗണ്ടിന്റെ വിവരങ്ങളാണ്. അബുദാബിയിൽ കമേഴ്സ്യൽ ബാങ്കിൽ വീണ വിജയന് ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ട്. അത് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിലാണ്. ഇതിലേക്ക് മറ്റ് വിദേശ കമ്പനികളിൽ നിന്നുള്ള പണം വന്നു. അതിൽ എസൻസി ലാവലിനും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും ഉൾപ്പെടുന്നു, പിന്നെ മറ്റ് കമ്പനികളുമുണ്ട്. അതുപോലെ തന്നെ ഇതേ അക്കൗണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പോലും പണമിടപാട് നടന്നിട്ടുണ്ട് എന്ന്. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞതുപോലെ അതിൽ അഭാവമായിരിക്കുന്നത് ഈ അക്കൗണ്ട് വിവരങ്ങളാണ്. അത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധമായിരിക്കുമല്ലോ സ്വാഭാവികമായും എതിർവശത്തുണ്ടാകുന്നത് എന്ന കാര്യം താങ്കൾക്ക് ഉറപ്പാണല്ലോ. അക്കാര്യങ്ങൾ താങ്കളുടെ കൈവശമുണ്ടോ ഇല്ലയോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഒരു അക്കൗണ്ട്, അത് വിദേശത്താകട്ടെ ഇന്ത്യയിലാകട്ടെ, നമുക്കൊരു വ്യക്തിയുടെ അക്കൗണ്ട്, ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് പുറത്തുവിടാൻ കഴിയുമോ? ഒരു കാരണവശാലും കഴിയില്ല. കാരണം അത് നിയമപരമായ തെറ്റാണ്. അത് അയാളുടെ പ്രൈവസിയിൽ പെടുന്നൊരു കാര്യമാണ്. എനിക്കത് കിടക്കാൻ കഴിയില്ല. പക്ഷേ അന്വേഷണ ഏജൻസികൾക്ക് ആ അക്കൗണ്ട് സംബന്ധിച്ച ഡീറ്റെയിൽസ് പുറത്തുവിടാൻ കഴിയും. പുറത്തുവിടാനല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് എടുക്കാൻ കഴിയും. അത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്താൻ കഴിയും, നടപടി സ്വീകരിക്കാൻ കഴിയും. ഞാൻ ഈ വിഷയത്തിൽ പരാതി കൊടുത്തതിന് ശേഷം സ്വാഭാവികമായും ഞാൻ മിനിങ്ങാന്ന് ഇതിൻ്റെ IA ആയിട്ട് ഹൈക്കോടതിയിൽ എൻ്റെ 2 പെറ്റീഷനും ഞാൻ എൻ്റെ ഹൈക്കോടതിയിൽ എൻ്റെ പരാതി നിലനിൽക്കുകയാണ്. അത് നാളെ കോടതിയിൽ വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ IA ഫയൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, എൻ്റെ പരാതിയുടെ ഒരു സെക്കൻഡ് ഫേസ്, അന്വേഷണത്തിനപ്പുറത്ത് ഡിസ്ചാർജ്മെന്റ് ഓഫ് അസറ്റ്സ്, അതായത് ഇവിടുന്ന് പോയിട്ടുള്ള പണം തിരികെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതും എൻ്റെ പരാതിയുടെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെ നിന്ന് പോയി, എങ്ങോട്ട് പോയി എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കോടതിയെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും അന്വേഷണ ഏജൻസികളെയും അറിയിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഇന്നലെ ഞാൻ IA ഫയൽ ചെയ്തപ്പോൾ മുതൽ അതൊരു പബ്ലിക് ഡോക്യുമെന്റാണ്. അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാധ്യമപ്രവർത്തകരെയും കാണുകയും അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത്. അല്ലെങ്കിൽ ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ വരേണ്ട കാര്യമല്ല. പക്ഷെ ഞാൻ കോടതിയിൽ ഇത് അറിയുമ്പോൾ അതൊരു പബ്ലിക് ഡോക്യുമെന്റായി സ്വാഭാവികമായിട്ട് ആ വിവരം അല്ലാതെ ഇന്ന് രാവിലെ ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ നിന്ന് ആ വിവരങ്ങൾ ലഭിച്ച് ഒരു പത്രത്തിൽ, ഇന്നൊരു പ്രമുഖ പത്രത്തിൽ ഇന്ന് ഫ്രണ്ട് പേജ് വാർത്ത ചെയ്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് പൂർണ്ണമായി, ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ എന്തുകൊണ്ട് ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ മുഖ്യമന്ത്രിക്ക് ഒരു വാർത്താക്കുറിപ്പിലൂടെ നിഷേധിക്കാം, മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു വാർത്താക്കുറിപ്പിലൂടെ നിഷേധിക്കാം, ഈ ആരോപണം ഉന്നയിച്ച ഷോൺ ജോർജിനെതിരെ നിയമ നടപടി സ്വീകരിക്കാം. ഇതൊന്നുമില്ലല്ലോ. CPM-ന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ട് ഇപ്പോൾ 7-8 മണിക്കൂറായി. ഈ സമയത്തിനിടയിൽ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ട് ഇല്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരിയാണ്. പ്രസക്തമായ ഒരു ചോദ്യമാണ് ഷോൺ ഉന്നയിച്ചത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഷോണ് വിദേശത്ത് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, അതിന് അതിൻ്റെതായ നിയമവശങ്ങൾ അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. രാജ്യത്ത് ഇൻകം ടാക്സ് റിട്ടേൺ നൽകുന്ന സമയത്ത് ആ അക്കൗണ്ടിന്റെ വിവരങ്ങൾ കൂടി നൽകണം. അതല്ലെങ്കിൽ അത് നിയമപരമായ നൂലാമാലകളിലേക്ക് പോകും. അപ്പോൾ അത് നൽകിയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ ഒരു സംശയവും താങ്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല എന്നല്ലേ ഷോൺ പറഞ്ഞത്? അതാണെങ്കിൽ അത് നൽകിയിട്ടുണ്ടെങ്കിൽ, അത് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിയമപരമായ തെറ്റാണ്. നൽകിയിട്ടുണ്ടെങ്കിൽ നിയമപരമായ തെറ്റല്ല. പക്ഷേ അങ്ങോട്ടേക്ക് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെയും ലാവലിന്റെയും പൈസ എന്തിനു വന്നു എന്ന് മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിൽ ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ ബാധ്യസ്ഥരാണ്. അതായത് താങ്കൾ അത് കൊണ്ടുചെന്ന് എത്തിക്കുന്ന സംഭവം എന്ന് പറയുന്നത് വ്യക്തമാണിത്. കമ്മീഷൻ ഇടപാട് നടന്നിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിൽ നിന്ന് ഏതൊക്കെ കമ്പനികളുമായിട്ട് ആ ഒരു കാലയളവിൽ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന് അവിടെ നിന്ന് തുടങ്ങി 2019 വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ CMR-ലുമായിട്ടും ഇടപാടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായിട്ട് നേരിട്ടുള്ള ഇടപാടായിരുന്നു. പക്ഷേ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായിട്ടുള്ള ഇടപാട് മറ്റു തലത്തിലാണ്. സർക്കാരിന്റെ 3 പ്രധാനപ്പെട്ട പ്രോജക്റ്റിൽ പങ്കാളികളായിക്കൊണ്ടുള്ള ഇടപാടാണ്. അതിൽ K-Phone ഉൾപ്പെടുന്നുണ്ട്, സ്പേസ് പാർക്കിന്റെ കാര്യം അതിൽ ഉൾപ്പെടുന്നുണ്ട്, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ 3 കാര്യത്തിലുമുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഇതിൽ ഈ സർക്കാർ പ്രത്യുപകാരം എന്ന നിലയിൽ നൽകിയിട്ടുള്ള കമ്മീഷൻ എന്ന് പറയാം അതിനെ, അത് ഈ പറയുന്ന വീണയുടെ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നു ഈ കമ്പനികൾ.
അതല്ലേ താങ്കൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതല്ലേ താങ്കൾ ലക്ഷ്യമിടുന്നത്? അല്ലെങ്കിൽ സ്വാഭാവികമായും ഈ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വല്ലതും വീണ വിജയന്റെ കമ്പനി ചെയ്തു എന്ന് CPM-ന്റെ ന്യായീകരണം ഇതിന്റെ പുറകെ വരുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെയും ഇത് ഈ അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്ന സമയം 2018 ഡിസംബർ 1-നാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായി സംസ്ഥാന സർക്കാർ എഗ്രിമെന്റ് ഒപ്പിടുന്നത്. 2020 ശ്രീ സ്വപ്ന സുരേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയമായപ്പോൾ 2020 മാർച്ച് മാസം 30-ാം തീയതി ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യുന്നു. ആ കാലഘട്ടത്തിനിടയിലാണ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി അത് എന്തിനാണ്? അരിയാഹാരം തിന്നുന്ന ഏത് മനുഷ്യനും മനസ്സിലാകില്ല അത് എന്തിനു വേണ്ടിയാണെന്ന്. അപ്പോൾ ഈ CMRL എക്സാലോജിക് ഇടപാടിലെ ആ ഒരു പണമോ അതും താങ്കൾ സംശയിക്കുകയാണോ ഈ വിദേശ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന്? അതായത് രഹസ്യമായി മെയിൻറ്റെയിൻ ചെയ്ത ഒരു അക്കൗണ്ടാണ് എന്നാണ് താങ്കൾ പറയുന്നത്. അത് മാത്രമല്ല അതൊരു സിംഗിൾ അക്കൗണ്ട് അല്ല, അതൊരു ജോയിന്റ് അക്കൗണ്ടാണ്. അതെ അതെ, CMRL ഉൾപ്പെടെയുള്ള CMRL നമുക്ക് ഞാൻ പറയില്ല 40,000 കോടി രൂപയുടെ ഇലുമിനേറ്റ് കേരള സംസ്ഥാനത്തിന്റെ തീരദേശത്തു നിന്നും കടത്തിയിട്ടുണ്ട്. 2018 ശേഷം വലിയ എമൗണ്ടാണ് കടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ തുക എങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് ഇവിടെ പൊതുസമൂഹം നമ്മുടെ മുമ്പിൽ കൊള്ളത് 132 കോടി രൂപ മാത്രമാണ്. CMRL തിരിമറി നടത്തിയെന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് 132 കോടിയാണ്. അതിനുള്ളിൽ നിന്ന് വീണ കൈപ്പറ്റിയിട്ടുള്ള 1.72 കോടി രൂപയാണ്. പക്ഷേ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയ ആ കരിമണലിന്റെ പണം എവിടേക്ക് പമ്പ് ചെയ്തു, എവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ അന്വേഷണത്തിന് വിധേയമാകേണ്ടത് തന്നെയുണ്ട്. എന്റെ പരാതിയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കുവാനുള്ള നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ എന്റെ പരാതിയുടെ ഭാഗമാണത്. ഇത് എവിടെയൊക്കെ ഈ പണം പോയിട്ടുണ്ട്, ആ എവിടെയൊക്കെ ലോകത്ത് എവിടെയാണെങ്കിലും ആ പണത്തെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഇതിന്റെ ഭാഗമായി നടക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ പണം തിരികെ കിട്ടുള്ളൂ. പക്ഷേ ശ്രീ ഷോൺ ജോർജ്, താങ്കൾ പറഞ്ഞു മറ്റൊരാളുടെ അക്കൗണ്ടിലെ വിവരങ്ങൾ, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പല അക്കൗണ്ടിൽ നിന്നായിരിക്കും. ശരി, ആ അക്കൗണ്ടിൽ എങ്ങനെയാണ് മറ്റൊരാളുടെ അക്കൗണ്ട് എനിക്ക് കിട്ടുന്നത് എന്ന്? പക്ഷേ ഈ അക്കൗണ്ടിലെ വിവരങ്ങളൊക്കെ താങ്കൾക്ക് പകൽ പോലെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്, അതിന്റെ രേഖകൾ താങ്കളുടെ കയ്യിലുണ്ട്, അങ്ങനെ വിശ്വസിക്കേണ്ടി വരുന്നു. അതല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം, ഈ മുഖ്യമന്ത്രിയുടെ മകൾ അബുദാബിയിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിലേക്ക് വിദേശ കമ്പനികളുടെ പണം വന്നിട്ടുണ്ട്, ഇതേ കമ്പനിയിൽ നിന്ന് ട്രാൻസാക്ഷൻ അമേരിക്കയിലേക്ക് നടന്നിട്ടുണ്ട്, UAE-ക്കുള്ളിലും നടന്നിട്ടുണ്ട്, ഇങ്ങനെ താങ്കൾ വെറുതെ ഒരു ഉണ്ടയില്ല വെടി വെക്കുകയില്ല. അതിന്റെ കൃത്യമായ വിവരങ്ങൾ താങ്കളുടെ കൈവശം ഉണ്ട്, അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ. അല്ല താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു താങ്കൾ ഈ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. സ്വാഭാവികമായിട്ടൊരു കേസ് മുമ്പോട്ട് പോകുമ്പോൾ പറയേണ്ട കാര്യങ്ങളുണ്ട്, പറയേണ്ടാത്ത കാര്യങ്ങളുണ്ട്. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് കഴിയുമ്പോൾ ഒരു അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയും. ശരി.